നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 3 ബ്രഹ്മദേവൻ ജലന്ധരന്റെ ഭാവി പ്രവചിക്കുന്നു. സാഹരം ബ്രഹ്മദേവനോട് ആരാഞ്ഞു, ബ്രഹ്മദേവ, ഹേ പ്രഭു, ആരാണിവൻ? അവിടുത്തെ മടിത്തട്ടിനെ അലങ്കരിച്ചിരിക്കുന്നത് ഇത്രയ്ക്കും ബലവാനായ ആ ശിശു ആരാണ്? ത്രിലോകജ്ഞ ഇത് കേട്ട് ബ്രഹ്മദേവൻ അല്പനേരം ധ്യാനനിരതനായിരുന്നു. ഇവൻ കാരണം എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി വീണതിനാലും ജലം ഇവനെ താങ്ങി നിന്നതിനാലും ഇവന്റെ നാമം ജലന്ധരൻ എന്ന് ഭൂലോകം അറിയപ്പെടും. ഇവൻ ശക്തന്മാരിൽ ശക്തനും ബലവാന്മാരിൽ ബലവാനും സർവവിദ്യകളിൽ ജ്ഞാനമുള്ളവനും ആയോധനകലയിൽ നിപുണനും വീരശൂര പരാക്രമിയും ആയിത്തീരും. മഹാവിഷ്ണുവിനെ പോലും യുദ്ധസന്ധിയിൽ ഏർപ്പെടുത്താൻ കഴിയുന്ന ഒരു യോദ്ധാവായിത്തീരും. ഇവൻ അസുരവംശത്തിൻ്റെ രാജാവായിത്തീരും. പതിവ്രതയും സുന്ദരിയും സുശീലയുമായ സർവഗുണ സമ്പന്നയായ വൃന്ദ എന്ന നാമകരണമുള്ള ഒരു സ്ത്രീ ഇവന്റെ ഭാര്യാപദം അലങ്കരിക്കും. അവളുടെ പാതിവൃത്യമായിരിക്കും ഇവന്റെ ശക്തിയും ബലവും ജീവനും. വളരെ അവൾ കളങ്കപ്പെട്ടാൽ മാത്രമേ ഇവൻ മരിക്കുകയുള്ളൂ. അവളുടെ പാതിവൃത്യം കൊണ്ട് ഇവൻ ത്രിലോകങ്ങളും സ്വന്തമാക്കും. ദേവേന്ദ്രനെയും ദേവഗണങ്ങളെയും ഇവൻ അടിമകളാക്കും. നാഗലോകം വരെ ഇവൻ ആക്രമിക്കും. ഇവനെതിരെ ചെറുത്തു നിൽക്കാൻ ആർക്കുമാകില്ല. രുദ്രാംശമായ ഇവൻ വധിക്കണമെങ്കിൽ ത്രിഗുണങ്ങളും ലയിച്ചു ചേർന്ന് കാട്ടിൽ വസിക്കുന്ന ഒരു നാരിക്ക് ജനിക്കുന്ന ഒരു ശക്തിക്ക് മാത്രമേ കഴിയൂ. ആ ശക്തി ഉടൻ തന്നെ ജന്മമുണ്ടാകും. ആ ശക്തി ഇവന്റെ പാതിവ്രതയായ ഭാര്യയുടെ തപസ്സിന് ഭംഗം വരുത്തും. കൂടാതെ മഹാദേവന്റെ ത്രിശൂലത്തിൽ ആ ശക്തി ലയിച്ചു ചേർന്ന് ആ ത്രിശൂലം കൊണ്ട് അവന്റെ നെഞ്ചു പിളർന്നാൽ മാത്രമേ ഇവൻ മരിക്കുകയുള്ളൂ. ജലന്ധരന്റെ ഭാവി പ്രവചിച്ച് വിരിഞ്ചൻ അവിടെ നിന്നും വിടകൊണ്ടു. സാഹരം വളരെ സന്തുഷ്ടനായി ആ കോമളബാലനെയും കൂട്ടി സ്വസ്ഥിതിയിലേക്ക് പോയി. സാഗരം അവൻ്റെ പരിപാലനത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തി. അവൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നു. അവൻ യൗവനയുക്തനും സുന്ദരനുമായ യോദ്ധാവായി തീർന്നു. ഇതെല്ലാം കേട്ടറിഞ്ഞ അസുരഗുരു ശുക്രാചാര്യൻ അവിടെ വന്നെത്തി അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. സാഗരത്തിനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും യാത്രയായി. അസുരഗുരു അവനെ സർവശാസ്ത്ര പരിഗതനാക്കി അസുരാധിപത്യം വാഴിച്ചു. ജലന്ധരൻ അസുരാധിപതിയായ അഭിഷിക്തനായതോടെ അസുരഗണങ്ങളെല്ലാം ഒത്തുകൂടി. അസുരഗണങ്ങൾ അവനെ രാജാവായി അംഗീകരിച്ചു. ഗുരുവായ ശുക്രാചാര്യരുടെ അനുഗ്രഹത്താൽ ജലന്ധരൻ അസുരരാജ്യം കൈപ്പിടിയിലൊതുക്കി വാഴാൻ തുടങ്ങി. നന്ദി, നമസ്കാരം.